Hello guys, ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെസ്റ്റ് ഫോൺ അണ്ടർ 30K. സോ മൂന്നും ബെസ്റ്റ് ഡിവൈസ് ആണ് ഇതിലുള്ളത്. ഒന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Realme 11 Pro Plus, രണ്ടാമത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ Galaxy F54, മൂന്നാമത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോക്കോയുടെ F5 ആൻഡ് നാലാമത്തെ നമ്മുടെ സെയിൽ കിങ് ആയിട്ടുള്ള Galaxy S20. ഫസ്റ്റ് തിങ് നമ്മൾ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നമ്മുടെ Galaxy F54 അതായത് പോക്കോ എഫ് ഇവർക്ക് രണ്ടുപേർക്കും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഈ ഒരു സെഗ്മെന്റിൽ കേർവ് ഡിസ്പ്ലേ തന്നെ ആകെ നമ്മുടെ റിയൽമിയുടെ 11 Pro Plus മാത്രമേ ഉള്ളൂ കേർവ് ഡിസ്പ്ലേ തന്നെ. സോ അതൊരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് കേർവ് ഡിസ്പ്ലേ. പക്ഷേ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി, ആ ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് വീഡിയോ പ്ലേ ബാക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ മൂന്ന് ഫോൺസും, സോ ഇതാണ് നമ്മുടെ Galaxy F54 ഫ്ലാറ്റ് ഡിസ്പ്ലേ, ആൻഡ് ദെൻ നമ്മുടെ പോക്കോ F5 ഫ്ലാറ്റ് ഡിസ്പ്ലേ, ആൻഡ് ദെൻ നമ്മുടെ റിയൽമിയുടെ 11 Pro Plus കേർവ് ഡിസ്പ്ലേ. ഓക്കെ, സോ അറ്റ് എ ഗ്ലാൻസ് മൂന്ന് പേരും കട്ടയ്ക്കകത്തൊക്കെ ആണ് കേട്ടോ, ഡിഫറൻസ് പറയത്തൊക്കെ ഇല്ല. ആൻഡ് if you look really close also മൂന്ന് പേരുടെയും കളർ സാച്ചുറേഷനും വൈബ്രൻസിയും കാര്യങ്ങളൊക്കെ സെയിം ടു സെയിം ആണ്. സോ ആ കേർവ് ഡിസ്പ്ലേ അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ റിയൽമി 11 Pro Plus. കളേഴ്സ് ആയാലും അത്യാവശ്യം നല്ല രീതിയിലായിട്ടാണ് പോക്കോ F5 F54 വന്നിരിക്കുന്നത്. ആൻഡ് ചില ഏരിയാസിനകത്ത് റിയൽമി 11 Pro Plus കുറച്ചും കൂടെ സാച്ചുറേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് മൂന്ന് പേരും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, സോ നമ്മുടെ പോക്കോ F5 അതുപോലെ റിയൽമി 11 Pro Plus രണ്ടുപേർക്കും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരിക. ആൻഡ് Galaxy F54 മോണോ സ്പീക്കർ ആണ് വരിക. നമ്മുടെ റിയൽമി 11 Pro Plus ഓക്കെ കൊള്ളാം, നല്ല സ്റ്റീരിയോ എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് പോക്കോ F5 ഓക്കെ, ഇവർ രണ്ടുപേരും ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്, മൈനർ ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ Galaxy F54 നോക്കാം, മോണോ സ്പീക്കറുള്ള. ആൻഡ് സർപ്രൈസിംഗ്ലി ബാഡ് പറയത്തക്ക ഒരു ഔട്ട് കിട്ടുന്നില്ല. അത്യാവശ്യം ലൗഡും ആയിട്ടുള്ള ഒരു എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്, പക്ഷെ സ്റ്റീരിയോ എഫക്റ്റ് മിസ്സിംഗ് ആണ്. നമ്മുടെ Galaxy S20 ഓക്കെ, ഒന്നും പറയാനില്ല, ഡോൾബി അറ്റ്മോസിന്റെ ഔട്ടൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നെക്സ്റ്റ് നമ്മുടെ ക്യാമറാസ് നോക്കുവാണെങ്കിൽ പോക്കോ F5 64 MB മെയിൻ ക്യാമറ വിത്ത് OIS, റിയൽമി 11 Pro Plus നോക്കുവാണെങ്കിൽ 200 MB മെയിൻ ക്യാമറ വിത്ത് OIS, ആൻഡ് നമ്മുടെ Galaxy F54 നോക്കുവാണെങ്കിൽ 108 MB മെയിൻ ക്യാമറ വിത്ത് OIS. ആൻഡ് ദെൻ രണ്ട് ക്യാമറാസ്, അതായത് 8 MB അൾട്രാ വൈഡും ഒരു 2 MB മാക്രോ, മൂന്ന് പേർക്കും കോമൺ ആണ്. സോ നമുക്ക് മെയിൻ ക്യാമറ വെച്ചിട്ടാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പം പിന്നെ സെൽഫി ക്യാമറ നോക്കുവാണെങ്കിൽ പോക്കോ F5 മാത്രം 16 MB, ബാക്കി ഇവർ റിയൽമി 11 Pro Plus അതേപോലെ തന്നെ Galaxy F54 32 MB സെൽഫി ക്യാമറാസ് ആണ് വരിക. ഓക്കെ, ഇവിടെ നമ്മുടെ Galaxy S20 കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ക്ലിയർ വിന്നർ. ബിക്കോസ് 12 MB ക്യാമറ ഉണ്ടെങ്കിലും പക്ഷേ അത് 12 MB പ്രൊഫഷണൽ ഗ്രേഡ് ആണ്. ദാറ്റ് മീൻസ് ഡുവൽ പിക്സൽ PDF ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി മൂന്ന് പേരും, അതായത് പോക്കോ F5, Galaxy F54 അതുപോലെ തന്നെ നമ്മുടെ റിയൽമി 11 Pro Plus യൂസ് ചെയ്യുന്നത് ജസ്റ്റ് PDAF ടെക്നോളജി മാത്രമേ ഉള്ളൂ. ഇത് ഡുവൽ പിക്സൽ PDF ആണ്. ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ഓട്ടോ ഫോക്കസ്, ഞാൻ കുറച്ച് എൻഹാൻസ്മെന്റ്സ് ഉള്ള ഒരു ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് പേരിന് ക്യാമറാസ് അല്ല, എലോങ് വിത്ത് നമുക്ക് 8 MB ടെലിഫോട്ടോയും ഒരു 12 MB അൾട്രാ വൈഡും കിട്ടുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് 32 MB നമ്മുടെ Galaxy F54 തന്നെ ആ ഒരു ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ പോക്കോ F5, ഇത് നമ്മുടെ റിയൽമി 11 Pro Plus, ആൻഡ് ഇത് നമ്മുടെ Galaxy F54. ആൻഡ് മൂന്നിലെ ഷോട്ട് അത്യാവശ്യം കൊള്ളാമെന്ന് പറഞ്ഞാൽ ഔട്ട് ആട്ടോ മൂന്നിലും കിട്ടിയിരിക്കണേ. ആൻഡ് ഇത് ഇവിടുത്തെ ഗ്രീൻ ഒക്കെ ആയാലും മൂന്നിലും പൊട്ടിയിട്ടുണ്ട്. ഒരു ഡീറ്റെയിലിംഗ് മൂന്നിലും കിട്ടുന്നില്ല, ക്രോപ്പ് ചെയ്യുമ്പോൾ ഡീറ്റെയിലിംഗ് മൂന്നിലും ഇല്ല. ആൻഡ് കളർ സാച്ചുറേഷൻ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സാച്ചുറേറ്റഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരാണ് കുറച്ച് സാച്ചുറേറ്റഡ്. ആൻഡ് ഇതാണ് കമ്പാരിറ്റീവ്ലി ഒരു നല്ലൊരു ഔട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഒരു ലൈറ്റ് പോർട്രേറ്റ് ആയിട്ട് ഷോട്ടാണ്. ഇത് നമ്മുടെ Galaxy F54. ഓക്കെ, നമ്മുടെ റിയൽമി, ആൻഡ് ദെൻ നമ്മുടെ പോക്കോയുടെ ആ ഏരിയ ബ്ലറാണ്, പോക്കോ കട്ട് ചെയ്യാം. ആൻഡ് ഇവിടെ ഭയങ്കരമായിട്ട് ഓവർ ഹൈറ്റഡ് ആണ്. സോ ഇൻ കമ്പാരിസൺ സാംസങ് ആണ് ആ പോർട്രേറ്റ് ആണ്, അത്യാവശ്യം ഡെപ്ത് ഉണ്ട്, ആ ഒരു വെള്ളത്തുള്ളികൾ അത്യാവശ്യം ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് മൂന്നിന്റെ മാക്സിമം മെഗാ പിക്സൽ എടുത്തിരുന്ന ഷോട്ടാണ്. സോ ഇതാണ് ഏറ്റവും ക്ലോസപ്പ്, ഇതാണ് രണ്ടാമത്തെ ക്ലോസപ്പ്, ഇതാണ് മൂന്നാമത്തെ ക്ലോസപ്പ്. ഏറ്റവും ക്ലോസപ്പ് ആയെങ്കിൽ ഇതാണ്. സോ നിങ്ങൾക്ക് ഇതായിരിക്കും നമ്മുടെ 200 MB റിയൽമി 11 Pro Plus അല്ല, ഇത് 108 MB Galaxy S20 ആണ് കേട്ടോ. കണ്ടോ, ഇത്രയും ക്ലോസപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ഇത് 1 വരാം. ആൻഡ് ഇവിടെ കണ്ടോ, ഇത്ര പറ്റുന്നുള്ളൂ. 200 MB എടുത്ത ഷോട്ട് ആട്ടോ. ആൻഡ് ഇവിടെ നമുക്ക് 64 MB ഒബ്വിയസ്ലി ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സോ അനദർ ക്ലിയർ വിൻ ഫോർ ദ Galaxy F54. സ്റ്റെബിലൈസേഷൻ ആണ്. ആൻഡ് ഇവിടെ നോക്കിയറിയാം, ഇവിടെ പോക്കോ F5 ഷട്ടർ ഉണ്ട്, ആൻഡ് റിയൽമി 11 Pro Plus ഷട്ടർ ഉണ്ട്. പക്ഷേ Galaxy F54 ജസ്റ്റ് പക്ക
സ്മൂത്തോ. മൂന്നും അവരുടെ സ്റ്റഡി മോഡിൽ എടുത്തേക്കാണ്. സോ അനദർ ക്ലിയർ വിൻ ഫോർ ദി ഗാലക്സി F54. സോ നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയാണ് ഗാലക്സി F54. എന്താ ഡീറ്റെയിൽ, ഇവിടെ കുറച്ച് സ്മൂത്തനിങ് അതേപോലെ സ്കിൻ ടോൺ ചേഞ്ച് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെയും കുറച്ച് വൈറ്റനിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു F54 ക്രിസ്പ് ഷോട്ട് കേട്ടോ, പക്കാ ക്രിസ്പ്. സോ നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വീഡിയോ സൊല്യൂഷൻ ആണ്. ഇതിനകത്ത് നമ്മുടെ ഗാലക്സി F54 മാത്രം UHD ഫ്രണ്ട് ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് നടക്കാം. ഇവർ രണ്ടും ഫുൾ HD ആണ് റെക്കോർഡ് ചെയ്യുന്നത്, UHD ആണ്. ഓക്കെ, പക്ഷെ ആ ഒരു ഫേസിലെ ഡീറ്റെയിലിംഗ് ഒക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഒരു 3 വെച്ച് നോക്കുമ്പോൾ F54 ആണ് ആ ഏരിയയിലും ക്ലിയർ വിന്നർ. പെർഫോമൻസ്. സോ പെർഫോമൻസ് കിങ് ആരെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മുടെ പോക്കോ F5 ആണ്. വിത്ത് സ്നാപ്ഡ്രാഗൺ 7+ Gen 2 ഓൾമോസ്റ്റ് ക്ലോസ് ടു 10 ലക്ഷം അഡുണ്ടോ സ്കോർ കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ പോക്കോ F5. നമ്മുടെ Exynos 130 വേഴ്സസ് Dimensity 7050. ഏതാണ് സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് വെച്ചാൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ Dimensity 7050 ആണ്. ഇതിന്റെ അഡുണ്ടോ സ്കോർ വന്നിരിക്കുന്നത് 535 വേഴ്സസ് 447 ആണ്. ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം GPU 0 ആണ്. ദാറ്റ് മീൻസ് ഈ GPUവിന്റെ ടെസ്റ്റ് ഇതിനകത്ത് എടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മുടെ F54 GPU ടെസ്റ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ക്ലോസ് ടു 1 lakh വരുന്നത്. സോ 5,47,000 ഇവിടെ 5,35,000 ഓൾമോസ്റ്റ് ക്ലോസ് തന്നെ വരും അഡുണ്ടോ സ്കോർ വരുമ്പോൾ. സ്റ്റോറേജ് ടെസ്റ്റ് നമുക്ക് ക്ലിക്ക് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് 32,000 കിട്ടിയെങ്കിൽ ഇവിടെ 58,000 കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പോക്കോ F5 ഈ ഒരു ഏരിയയിലേക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 78,000 നമുക്ക് സ്റ്റോറേജിലൊക്കെ പോക്കോ F5 കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവർ രണ്ടുപേരും ഗെയിമിങ്ങിന് പറ്റിയ ഒരു ചിപ്സെറ്റ് അല്ല. ഇവർ രണ്ടുപേരും ഒരു മീഡിയം യൂസിന് പറ്റിയാണ്. ഇനി കമ്പാരിസൺ ഏതാണ് സ്ലൈറ്റ്ലി ബെറ്റർ ഫോർ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ Dimensity 7050 കുറച്ചുകൂടെ ബെറ്റർ ഗ്രാഫിക്സ് സപ്പോർട്ടൊക്കെ ഉള്ളത് Dimensity 7050 ആണ് സ്ലൈറ്റ്ലി. സോ ഗെയിമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് പോക്കോ F5 തന്നെ ആയിരിക്കും ബെറ്റർ. പക്ഷെ ഒരാളും ഉണ്ട് നമ്മുടെ ഗാലക്സി S20. ഇതൊരു പ്യുവർ ഹൈ എൻഡ് ഗെയിമിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഫാർ ബെറ്റർ ദാൻ F54 ആസ് വെൽ ആസ് 11 Pro Plus ഞാൻ പറയും. സോ Exynos 2100 ഫ്ലാഗ്ഷിപ്പ് ചിപ്പാണ് വരുന്നത്. പക്ഷേ ഇച്ചിരി നല്ല ഒരു 30 minutes എബോവ് നമ്മൾ ഹൈ എൻഡ് സെറ്റിംഗ്സിൽ കളിച്ച് ചെയ്യുമ്പോൾ ചൂടാവണ ഒരു ചിപ്പ് തന്നെയാണ്. ഇംപ്രൂവ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ മോർ ദാൻ 30 minutes ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സ്റ്റിൽ യു ക്യാൻ ഗോ വിത്ത് ദ സ്നാപ്ഡ്രാഗൺ 7+ Gen 2. നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ. സോ നമ്മുടെ പോക്കോ F അതുപോലെ തന്നെ ഗാലക്സി F54 ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരിക. ആൻഡ് നമ്മുടെ ഗാലക്സി S20 അതേപോലെ തന്നെ 11 Pro Plus ഇൻ ഡിസ്പ്ലേ ആണ് വരിക. സോ നമുക്ക് 3, 4 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗാലക്സി F54 സോ സൈഡ് മൗണ്ടഡ് ആണ്. ഇൻ 3, 2, 1 ആൻഡ് ഗോ. പെർഫെക്റ്റ്. നെക്സ്റ്റ് നമ്മുടെ ഗാലക്സി F54 ആണ്, സൈഡ് മൗണ്ടഡ് ആണ് അഗെയിൻ. പെർഫെക്റ്റ്. നെക്സ്റ്റ് നമ്മുടെ 11 Pro Plus ആണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഗാലക്സി S20 അത് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ യുഐയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പോക്കോ വരുന്നത് നമ്മുടെ MIUI 14.0.1 ഗ്ലോബലിലാണ്. ആൻഡ് ബ്ലോട്ട്വേഴ്സ് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്, അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു മദർ ബോർഡ് ഇഷ്യൂസിന്റെ പേര് കാരണം ഇതിനകത്ത് ഓൾമോസ്റ്റ് നമ്മുടെ ട്രസ്റ്റ് അങ്ങ് പോയി. അവർ ട്രസ്റ്റ് റീഗെയിമിംഗ് ചെയ്യാൻ വേണ്ടി 2 വർഷം വാറന്റി വരെ കൊടുത്തിട്ടും സ്റ്റിൽ ദേ നീഡ് ടു പ്രൂവ് ദംസെൽസ്. ആൻഡ് നെക്സ്റ്റ് 2 ബ്രാൻഡ്സ്, അതായത് സാംസങ് ആൻഡ് റിയൽമി ആണ് ബ്ലോട്ട്വേഴ്സ് നല്ല രീതിയിൽ കുത്തി നിറച്ചാണ് ഇപ്പോൾ വരുന്നത്. സോ അതിന്റെ ഒരു മേജർ ഇഷ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫീച്ചേഴ്സ് ഒന്നും കുഴപ്പമില്ല. റിയൽമി അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ബ്ലോട്ട്വേഴ്സ് അന്യായ ബ്ലോട്ട്വേഴ്സ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്ന. MX അറ്റാക്ക്, മോജ്, ജോഷ്, ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് UI വൈസ് ഓൾമോസ്റ്റ് ഓക്സിനോയ്സിന്റെ കുറേ ഫീച്ചേഴ്സ് ഒക്കെ അഡാപ്റ്റ് ചെയ്ത് അടിപൊളിയാണ്. ഇനി ബാക്കി 2 പേര്, അതായത് നമ്മുടെ ഗാലക്സി S21 FE അതേപോലെ തന്നെ നമ്മുടെ F54 രണ്ടുപേരും UIയുടെ കേസിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആൻഡ് F54 ഒരു ലിമിറ്റഡ് ആയിട്ട് 4 ബ്ലോട്ട്വേഴ്സ് വരുന്നുണ്ട്. ആൻഡ് S20 വാസ് കംപ്ലീറ്റ്ലി ക്ലീൻ. ആൻഡ് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പ്ലസ് 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് സാംസങ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ UIയുടെ ഏറ്റവും ക്ലിയർ വിന്നർ സാംസങ് തന്നെ. ബാറ്ററി ആൻഡ് ചാർജിംഗ് ആയിരുന്നു നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ F5 വരുന്ന 5000 mAh ആൻഡ് റിയൽമി 11 Pro Plus 5000. ആൻഡ് ഇത് 67 വാട്ട് അഡാപ്റ്റർ ബോക്സിൽ വരുന്നുണ്ട്, ഇത് 100 വാട്ട് അഡാപ്റ്റർ ബോക്സിൽ വരുന്നുണ്ട്. ഈ ബാക്കി 2 പേര്, അതായത് ഗാലക്സി S20 നമ്മുടെ ഗാലക്സി F54 ഇവർക്ക് 2 പേർക്കും ബോക്സിൽ അഡാപ്റ്റർ വരുന്നില്ല. നമ്മൾ എക്സ്ട്രാ 25 വാട്ട് അഡാപ്റ്റർ വാങ്ങിക്കണം. 6000 mAh ബാറ്ററിയാണ് നമ്മുടെ ഗാലക്സി F54 വരുന്നത്. ആൻഡ് 4500 mAh ബാറ്ററിയാണ് നമ്മുടെ ഗാലക്സി S20 വരുന്നത്. ഇനി ഫൈനൽ വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 3 ഫോൺസ് നോക്കി കഴിഞ്ഞാൽ 3 ഫോണിലും ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. സോ റിയൽമി 11 Pro Plus നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഇല്ല, F54 പെർഫോമൻസ് ഇല്ല, പോക്കോ F5 പെർഫോമൻസ് ഉണ്ട്, പക്ഷേ റിലയബിലിറ്റി ഇല്ല, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഒക്കെ ഇഷ്യൂ കാരണം മദർ ബോർഡ് അടിച്ചു എന്നുള്ള ടെൻഷൻ. സോ ഇവർ 3 കമ്പാരിറ്റീവ്ലി ഞാൻ സ്ലൈറ്റ്ലി എനിക്ക് ബെറ്റർ ആയിട്ട് ഒന്ന് ഗാലക്സി F54 അത്യാവശ്യം റിലയബിലിറ്റി, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, പെർഫോമൻസിന്റെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോൺ നമ്മുടെ ഗാലക്സി F54 ആണ്. പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യുക നമ്മുടെ റിയൽമി 11 Pro Plus ആണ്. ആൻഡ് മൂന്നാമതായിരിക്കും ഞാൻ പോക്കോ ചൂസ് ചെയ്യുക. പക്ഷെ ഒരു 3 പേരിലേക്കാളും ഒരാൾ ഞാൻ സ്റ്റിൽ റെക്കമെൻഡ് ചെയ്യുക ഗാലക്സി S20 ആണ്. നിങ്ങൾക്ക് ഒരു ഓഫറിൽ ദാറ്റ് മീൻസ് ഒരു 32K അറൗണ്ട് ഈ ഫോൺ കിട്ടുകയാണ്. ദാറ്റ് മീൻസ് സെയിൽ കിങ് ആണ് ഒബ്വിയസ്ലി. സോ സെയിലിന്റെ ടൈമിൽ നിങ്ങൾ വെർത്ത് വെയിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഫോണാണ് ഇപ്പോഴും നമ്മുടെ ഗാലക്സി S20 ഇവർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.